അപ്പോൾ കന്നഡ മൂവി ഇൻഡസ്ട്രി. ഞാനിവിടെ പറയാൻ പോകുന്നത് നമ്മുടെ KGF, റോക്കി ബൈ, ഷെട്ടി ഗ്യാങ്, കാന്താര എന്നിവയെക്കുറിച്ചൊന്നുമല്ല. മറിച്ച് ഇതിനേക്കാളൊക്കെ മുൻപ്, കൃത്യമായി പറഞ്ഞ ഒരു 15-16 വർഷങ്ങൾക്ക് മുൻപ് ഞാൻ ആ നാട്ടിൽ പോയി നേരിട്ട് കണ്ട അറിഞ്ഞ കന്നഡ സിനിമകളെ കുറിച്ചാണ്. അപ്പോൾ ഹോണസ്റ്റ്ലി സ്പീക്കിംഗ് 2011 കർണാടകയിൽ കാലുകുത്തുന്നതിന് തൊട്ട് മുൻപ് വരെ ഞാൻ കരുതിയിരുന്നത് അവിടെയും ഈ അല്ലു അർജുനൻ ടീമിന്റെ സിനിമകളായിരിക്കും കളിക്കുന്നത് എന്നാണ്. യെസ്, പക്ഷെ അവിടെ എത്തിയപ്പോഴാണ് എനിക്ക് മനസ്സിലാവുന്നത് കന്നഡ ഇൻഡസ്ട്രി എന്ന് പറഞ്ഞൊരു സെപ്പറേറ്റ് ഇൻഡസ്ട്രി തന്നെ അവിടെ ഉണ്ട്, അതിൽ കുറെ ആക്ടേഴ്സും ഉണ്ടെന്ന്. ഓൾസോ ഞാൻ കർണാടകത്തിൽ ആദ്യമായി കാലുകുത്തുന്നത് ബാംഗ്ലൂരിലെ കലാസിപ്പാള എന്ന് പറയുന്ന സ്ഥലത്താണ്. അവിടെ നിന്ന് മജസ്റ്റിക് വഴി എനിക്ക് എത്തേണ്ടടുത്ത് എത്തിയപ്പോഴേക്കും എനിക്ക് മനസ്സിലായി ഇവിടുത്തുകാർക്ക് സിനിമ എന്ന് പറയുന്നത് ഭയങ്കര ക്രേസ് ആണ്. ഈ ഒരു കാര്യം വെളിവാക്കുന്ന രീതിയിലായിരുന്നു അവിടെ നഗരത്തിന്റെ ഓരോ കോർണറിലും സിനിമാ പോസ്റ്ററുകളും കട്ടൗട്ടുകളും ഒട്ടിച്ചു വെച്ചിരിക്കുന്നത്. ഞാൻ അവിടെ ചെന്ന് ആദ്യം ശ്രദ്ധിക്കുന്ന ഒരു മൂവി പോസ്റ്റർ നമ്മുടെ ശിവരാജ് കുമാറിന്റേതായിരുന്നു. സിനിമയുടെ പേര് ജോഗയ്യ. അപ്പൊ ഈ പോസ്റ്റർ കണ്ടപ്പോൾ എന്റെ മനസ്സിലേക്ക് ആദ്യം വന്ന കാര്യം, എടാ ഇത് നമ്മുടെ ഷാറൂഖ് ഖാൻ അല്ലേ, പുള്ളി എന്താ ഇങ്ങനെ എന്നായിരുന്നു. ഇനി ഞാൻ ശ്രദ്ധിച്ച മറ്റൊരു കാര്യം എന്ന് പറയുന്നത് അവിടെ താരങ്ങൾക്കൊക്കെ വ്യത്യസ്ത ടൈറ്റിലുകളാണുള്ളത്. ഈ സൂപ്പർ സ്റ്റാർ, മെഗാ സ്റ്റാർ ഒക്കെ നമ്മൾ എല്ലാ ഇൻഡസ്ട്രിയിലും കേട്ടിട്ടുണ്ട്. പക്ഷെ അവിടുത്തെ പോസ്റ്ററിൽ കണ്ടിരുന്നത് ഗോൾഡൻ സ്റ്റാർ ഗണേഷ്, ഡയമണ്ട് സ്റ്റാർ കിറ്റി, ചലഞ്ചിങ് സ്റ്റാർ ദർശൻ അങ്ങനെയൊക്കെ ആയിരുന്നു. എന്തിനേറെ പറയുന്നു, ഒരു ആക്ടറിന്റെ പേരിനൊപ്പം ഞാൻ കണ്ടത് ജംഗിൾ സ്റ്റാർ എന്നായിരുന്നു. യെസ്, ഞാൻ അതിശയോക്തി പറഞ്ഞതല്ല, ഉള്ളതാണ്, നിങ്ങൾക്ക് സെർച്ച് ചെയ്ത് നോക്കാം. പിന്നെതാ ഞാൻ അവിടെ പോസ്റ്ററുകളിൽ ഏറ്റവും കൂടുതൽ കണ്ടിട്ടുള്ള ഒരു മുഖം ഇതാണ്. ഇദ്ദേഹം നമ്മുടെ ദിലീപിന്റെ പല സിനിമകളും അവിടെ കൊണ്ടുപോയി ചെയ്തയാളാണെന്ന് പിൽക്കാലത്താണ് എനിക്ക് മനസ്സിലായത്. പിന്നെ അവിടെ കർണാടക സ്റ്റേറ്റ് ബസ്സുകൾക്ക് പുറമെ ചില പ്രൈവറ്റ് ബസ്സുകൾ ഉണ്ടാവും, TV ഉള്ള പ്രൈവറ്റ് ബസ്സുകൾ. അപ്പൊ അതിൽ കയറി ചില സിനിമാ ക്ലിപ്പുകൾ കണ്ടപ്പോൾ എനിക്ക് മനസ്സിലായ കാര്യമാണ് നമ്മുടെ മലയാളത്തിലെ മീര ജാസ്മിനും ഭാവനയും ഒക്കെ അവിടെയും പോയി ഒരുപാട് സിനിമകൾ ചെയ്തിട്ടുണ്ടെന്ന്. ഇനി ഞാൻ അവിടെ ശ്രദ്ധിച്ച മറ്റൊരു പേരായിരുന്നു ദുനിയ വിജയ്. പറയുന്നത് തെറ്റാണെന്നറിയാം, എന്നാലും കന്നഡ ഇൻഡസ്ട്രിയിൽ മാത്രമേ ഇങ്ങനെയുള്ള ഹീറോസ് ഉണ്ടാവൂ എന്ന് ഒരു റേസിസ്റ്റ് ചിന്ത അന്ന് എന്റെ മനസ്സിൽ വന്നിരുന്നു. പിന്നെ തീർച്ചയായും എനിക്ക് മനസ്സിലാക്കാൻ സാധിച്ചിട്ടുള്ള അവിടുത്തെ ഒരു സൂപ്പർ താരമായിരുന്നു പുനീത് രാജ്കുമാർ. അദ്ദേഹത്തിന്റെ ജാക്കി, അണ്ണാ ബോണ്ട് തുടങ്ങിയ സിനിമകളുടെ പോസ്റ്ററുകൾ ബാംഗ്ലൂർ ടൗൺ മൊത്തം ഞാൻ കണ്ടിട്ടുണ്ട്. ആൻഡ് ഓഫ് കോഴ്സ് ഇതിനിടയിൽ വേറൊരാളും കൂടിയുണ്ട്, റോക്കിംഗ് സ്റ്റാർ യാഷ്. കൂട്ടത്തിൽ കാണാൻ സുന്ദരൻ, ഗൂഗ്ലി, മാസ്റ്റർ പീസ്, മിസ്റ്റർ ആൻഡ് മിസ്സിസ് രാംചാരി, ഇതൊക്കെയായിരുന്നു ഇദ്ദേഹത്തിൻ്റെതായി കണ്ട സിനിമാ പോസ്റ്ററുകൾ. അപ്പൊ ഇത്രയും നേരം പറഞ്ഞത് പ്രസന്റ് ഹീറോസിനെ പറ്റി. ഇനി ഞാൻ അവിടെ ഓടുന്ന എല്ലാ ഓട്ടോറിക്ഷയുടെയും പുറകിൽ ഒട്ടിച്ചു വെച്ചതായി ഏറ്റവും കൂടുതൽ തവണ കണ്ടിട്ടുള്ളത് രണ്ട് മുഖങ്ങളാണ്. ഒന്ന് വിഷ്ണുവർദ്ധൻ, നമ്മുടെ കൗരവറിലെ ACP ഹരിദാസ്. ഞാൻ ആ നാട്ടിൽ കാലുകുത്തുന്നതിന് മുന്നേ ഇദ്ദേഹം മരണപ്പെട്ടിരുന്നെങ്കിലും ഇദ്ദേഹത്തിന്റെ പോസ്റ്ററുകളും കട്ടൗട്ടുകളും അപ്പോഴും ആ നാട്ടിൽ സുലഭമായിരുന്നു. ഇനി അടുത്ത ആളാണ് ശങ്കർ നാഗ്. ഇദ്ദേഹം 1990 മരണപ്പെട്ടതാണ്. പക്ഷെ ആളുകൾ ഇപ്പോഴും അദ്ദേഹത്തെ ഓർത്തിരിക്കുന്നു എന്നുള്ളത് എനിക്ക് അത്ഭുതമായിരുന്നു. ഇനി ഞാൻ അവിടെ ശ്രദ്ധിച്ച മറ്റൊരു കാര്യമായിരുന്നു ശിവരാജ് കുമാറിന്റെ ഓം എന്ന സിനിമയുടെ റീ റിലീസ്. 95 മറ്റോ പുറത്തിറങ്ങിയ ഒരു പടം. ലോക സിനിമയിൽ തന്നെ 500 മേലെ തവണ റീ റിലീസ് ചെയ്ത ഒരേ ഒരു പടം. അതിനവർ ചെയ്തൊരു ടെക്നിക് എന്തായിരുന്നു എന്ന് വെച്ചാൽ, ആദ്യ റിലീസിൽ പടം ഒരു മെഗാ ബ്ലോക്ക് ബസ്റ്റർ ആയപ്പോൾ അവരതിന്റെ സംരക്ഷണാവകാശം ടെലിവിഷന് കൊടുത്തില്ല. അങ്ങനെ ഈ ഒരു കൾട്ട് ക്ലാസിക് സിനിമ വീണ്ടും കാണണമെങ്കിൽ തിയേറ്ററിലേക്ക് തന്നെ എത്തണമെന്ന അവസ്ഥയായി. പലതവണ പടം റീ റിലീസ് ചെയ്തപ്പോഴും അത് 100 തവണ ഓടിയിട്ടുണ്ട് എന്നുള്ളതാണ് മറ്റൊരു അത്ഭുതം. ഞാൻ കാലങ്ങൾക്ക് ഇപ്പുറം 2015 സിനിമ ഇറങ്ങി 20 വർഷങ്ങൾക്ക് ശേഷം അത് ആദ്യമായി ടെലിവിഷനിൽ സംപ്രേഷണം ചെയ്തു. അപ്പൊ ഇതൊക്കെയാണ് ഞാൻ ആദ്യമായി കണ്ട അറിഞ്ഞ കന്നഡ ഫിലിം ഇൻഡസ്ട്രി.